ഇന്ന് തുടക്ക വ്യാപാരത്തിൽ മുത്തൂറ്റ് ഫിനാൻസിന്റെ ഓഹരികൾ 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് കുതിച്ചിരുന്നു. സ്വർണം റെക്കോർഡുകൾ ഭേദിച്ച് അതിന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ പൊതുവെ ഗോൾഡ് ലോൺ കമ്പനികൾക്ക് അത് നേട്ടമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഓഹരിയുടെ ഇന്നത്തെ റാലി അതുകൊണ്ട് മാത്രമല്ല. ഓഹരിയുടെ നേട്ടത്തിന് പിന്നിലുള്ള കാരണവും കമ്പനിക്ക് ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള വ്യൂവും നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വാല്യുബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരം സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ET മലയാളം ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ S&P ഗ്ലോബൽ റേറ്റിംഗ്സ് കമ്പനിയുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല സ്റ്റേബിൾ എന്ന ഔട്ട്ലുക്ക് പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റ് റേറ്റിംഗ് എന്നാൽ എന്താണ്? ആദ്യം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനസ്സിലാക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ ഒക്കെ കടം തിരിച്ചടയ്ക്കാനുള്ള ശേഷിയെ അളക്കുന്ന അളവുകോലാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. നമ്മൾ ഹൗസ് ലോൺ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ സിബിൽ സ്കോർ നോക്കാറുണ്ടല്ലേ. നമുക്ക് വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നത് ബാങ്കുകൾ ഉറപ്പുവരുത്തും. അതുപോലെ കോർപ്പറേറ്റുകൾക്കും ഗവൺമെന്റിനുമൊക്കെ ഇത്തരത്തിൽ വായ്പ എടുത്താൽ ഡിഫോൾട്ട് വരുത്താൻ പാകത്തിൽ റിസ്ക് ഉള്ളതാണോ, തിരിച്ചടയ്ക്കാൻ പാകത്തിൽ എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് സഹായിക്കും. റേറ്റിംഗ് ഏജൻസികൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഏജൻസികളാണ് കമ്പനികൾക്ക് ഈ റേറ്റിംഗ് നൽകുന്നത്. ഇവിടെ S&P ഗ്ലോബൽ റേറ്റിംഗ്സ് ആണ് മുത്തൂറ്റിന് റേറ്റിംഗ് നൽകിയിട്ടുള്ളത്. S&P ഗ്ലോബൽ കൂടാതെ മൂഡീസ്, ഫിച്ച്, ക്രിസിൽ എന്നീ കമ്പനികളൊക്കെ റേറ്റിംഗ് ഏജൻസികളാണ്. കമ്പനികളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എക്കണോമിക് ഫാക്ടേഴ്സും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഏജൻസികൾ ഇങ്ങനെ റേറ്റിംഗ് നൽകുക. റേറ്റിംഗ് പലതരത്തിലുണ്ട്. AAA മുതൽ D വരെ ഇതിൽ ഉൾപ്പെടും. AAA റേറ്റിംഗ് ആണ് ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ ക്രെഡിറ്റ് റിസ്ക് മാത്രമേ കമ്പനിക്കുള്ളൂ എന്നതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കമ്പനി മികച്ച ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളതാണ് എന്നാണ്. തിരിച്ചടവിൽ വീഴ്ച വരുത്താൻ സാധ്യതയില്ല എന്ന് സാരം. മൈക്രോസോഫ്റ്റ്, ജോൺസൺ ഒക്കെ AAA റേറ്റിംഗ് ഉള്ള കമ്പനികളാണ്. റിസ്ക് കൂടുതൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റേറ്റിംഗ് D ആണ്. അതായത് തിരിച്ചടവ് മുടങ്ങാൻ സാധ്യതയുള്ള, കിട്ടാക്കടമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഈ റേറ്റിംഗ് നൽകുക. ഉദാഹരണമായി കൊറോണ കാലത്ത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ ഫ്യൂച്ചർ എന്റർപ്രൈസ് ഇഷ്യൂ ചെയ്ത നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറിന് റേറ്റിംഗ് ഏജൻസിയായ കെയർ റേറ്റിംഗ് D എന്ന റേറ്റിംഗ് നൽകിയിരുന്നു. AAA, D എന്നിവ കൂടാതെ റിസ്കിന്റെ അടിസ്ഥാനത്തിൽ AA, A, BBB, BB എന്നിങ്ങനെ പല റേറ്റിംഗും കമ്പനികൾ നൽകും. BB+, BB നെഗറ്റീവ് എന്നിങ്ങനെയുള്ള റേറ്റിംഗുകളും ഉൾപ്പെടുന്നുണ്ട്. മുത്തൂറ്റ് ഫിനാൻസിന് BB/B എന്ന റേറ്റിംഗ് ആണ് നൽകിയിരുന്നത്. ഇതിൽ നിന്നും നേരിയ അപ്ഗ്രഡേഷൻ ആണ് ഇപ്പോൾ നൽകുന്നത്. BB+/Bയിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കൂടുതൽ മെച്ചപ്പെട്ടു എന്നും ബാധ്യതകൾ തിരിച്ചടയ്ക്കുന്നതിന് ശേഷി ഉയർന്നിട്ടുണ്ട് എന്നുമാണ്. എന്തുകൊണ്ടാണ് റേറ്റിംഗ് ഉയർത്തിയത്? മുത്തൂറ്റിന് ഉയർന്ന മൂലധന കരുതൽ ശേഖരം അഥവാ ക്യാപിറ്റൽ റിസർവ് ഉണ്ട് എന്നാണ് ഏജൻസി വിലയിരുത്തുന്നത്. കമ്പനിയുടെ ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ ശക്തമായാണ് തുടരുന്നത്. അതായത് NBFCകൾക്കൊക്കെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വരാതിരിക്കാൻ നൽകുന്ന വായ്പകൾക്ക് അനുസൃതമായി നിശ്ചിത ശതമാനം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഉയർന്ന ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ ഉണ്ടെങ്കിൽ ഇത്തരം റിസ്കുകൾ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ കമ്പനി ശക്തമാണ് എന്നാണ് അർത്ഥം. മറ്റൊരു കാരണം കമ്പനിയുടെ ഗോൾഡ് ലോൺ ബിസിനസ്സിൽ നിന്നും മികച്ച വരുമാനം മുത്തൂറ്റിന് ലഭിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സാമ്പത്തികപരമായി സ്വയം പര്യാപ്തത നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം അവരുടെ ബിസിനസ് നടത്താൻ കൂടുതൽ വായ്പകളും മറ്റും കമ്പനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. സമീപകാലങ്ങളിൽ ബാങ്കിംഗ് സിസ്റ്റം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് RBI നടപ്പിലാക്കിയ പല തീരുമാനങ്ങളും മുത്തൂറ്റ് പോലുള്ള കമ്പനികൾക്ക് അവസരമാകുന്നുണ്ട്. ഇതും വളർച്ചാ സാധ്യത ഉയർത്തുന്നുണ്ടെന്ന് ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നു. മുത്തൂറ്റിന്റെ പ്രധാന വരുമാനം ഗോൾഡ് ലോണിലാണ്. ഈട് നൽകിക്കൊണ്ടുള്ള വായ്പയായതിനാൽ ഇവിടെ ഡിഫോൾട്ട് വരാനുള്ള സാധ്യതയില്ല. അഥവാ അടവ് മുടങ്ങിയാലും സ്വർണമാണ് ഈടായി ലഭിക്കുന്നത് എന്നതിനാൽ റിസ്ക് കുറവാണ്. സ്വാഭാവികമായും കിട്ടാക്കടവും കുറവായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് വരും വർഷത്തിലും വരുമാനവും ക്യാപിറ്റലും ശക്തമായി നിലനിൽക്കുമെന്ന് ഏജൻസി അഭിപ്രായപ്പെടുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോൾഡ് ലോൺ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 1 ട്രില്യൺ മറികടന്നതായി മുത്തൂറ്റ് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരുന്നു. ഇനി റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് മൈക്രോ ഫിനാൻസ് സെഗ്മെന്റിലാണ്. ഇൻഡസ്ട്രി മൊത്തമായി പ്രതിസന്ധികൾ നേരിടുന്നതിനാൽ ഈ മേഖലയിലെ അസറ്റ് ക്വാളിറ്റിയിൽ സമ്മർദ്ദം നേരിടുമെന്നും ഏജൻസി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഓവറോൾ ബിസിനസ്സിൽ ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല. ഗോൾഡ് ലോൺ നൽകുന്ന കമ്പനികളിൽ ഏറ്റവും വലിയ കമ്പനിയാണെങ്കിലും മൊത്തം ഫൈനാൻഷ്യൽ സെക്ടർ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെറിയ കമ്പനിയാണ് മുത്തൂറ്റ്. പക്ഷെ കോമ്പറ്റീഷൻ ഉയർന്ന സാഹചര്യത്തിലും ഈ മേഖലയിൽ മുൻനിരയിൽ നിലനിൽക്കാൻ കമ്പനിക്ക് തുടർന്നും സാധിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട്.
ഡിസംബർ പാദത്തിൽ ഗോൾഡ് ലോൺ എയും 34.3% ഇയർ ഓൺ ഇയർ വളർച്ചയാണ് കൈവരിച്ചത്. ഗോൾഡ് ഇതര വിഭാഗത്തിൽ 37% വളർച്ചയും ഉണ്ടായി. ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതോടെ എയും വളർച്ച 40%-ആയി മാറുമെന്ന് കമ്പനിയുടെ MD ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് CNBC TVയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. റൂറൽ അർബൻ മേഖലകളിൽ സ്വർണ്ണ വായ്പയ്ക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് കമ്പനിക്ക് അനുകൂലമാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 15% AUM വളർച്ച കൈവരിക്കാനാകുമെന്നും MD അഭിപ്രായപ്പെട്ടു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 10 മുതൽ 12% വളർച്ച രേഖപ്പെടുത്തിയേക്കാമെന്നും അനുമാനിക്കുന്നുണ്ട്. ഈ ടാർഗറ്റ് കൈവരിച്ചുകൊണ്ടുള്ള വളർച്ച തുടരുകയാണെങ്കിൽ ഇത് ഓഹരിക്ക് പിന്തുണ നൽകും. മൂന്നാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ജിയോജിത്ത് അക്യുമുലേറ്റ് ശുപാർശ നൽകിയിരുന്നു. 2512 രൂപയാണ് ഓഹരിക്ക് ടാർഗറ്റ് വിലയായി നൽകുന്നത്. മാർച്ചിൽ ഇതുവരെ 12%-ലധികം ഓഹരി കുതിച്ചിട്ടുണ്ട്. ഇന്ന് ഓഹരി വിപണിയിൽ ആദ്യ മണിക്കൂറുകളിൽ 2423.5 രൂപയിലേക്ക് കുതിക്കാൻ സാധിച്ചിട്ടുണ്ട്.